എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു RC കാർ റിപ്പയറിങ്ങിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല സ്കിപ്പ് ചെയ്തുകൊണ്ടേനാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന കാറ് ഒരു ഫെറാറിയുടെ കാറാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടി കാറിലും റിമോട്ടിലും ബാറ്ററികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 1.5 വോൾട്ടിൻ്റെ ബാറ്ററികളാണ് നമ്മൾ സാധാരണ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററികളാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഫോർവേഡ് സ്വിച്ചുകൾ നമുക്ക് വർക്കിംഗ് ആണ്. പക്ഷെ നമുക്ക് റിവേഴ്സിലോട്ട് പോകുന്ന സ്വിച്ചുകൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ റിവേഴ്സിലോട്ട് സ്വിച്ച് നോക്കിയിട്ട് നമുക്ക് കാർ വർക്കിംഗ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ റിവേഴ്സിലോട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് ഡാമേജാണ്. അപ്പോൾ നമുക്കതൊന്ന് എന്താണെന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ മറ്റൊരു കുഴപ്പമാണ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്യണ 2 സ്വിച്ചുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു റൈറ്റ് സ്വിച്ച് നമുക്ക് വർക്കിംഗ് ആണ്, അതേപോലെ തന്നെ ലെഫ്റ്റ് സ്വിച്ച് വർക്കിംഗ് അല്ല. ഇപ്പോൾ റിമോട്ടിലെ 2 സ്വിച്ചുകളാണ് നമുക്ക് വർക്കിംഗ് അല്ലാതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് കാറിലാണോ അല്ലെങ്കിൽ റിമോട്ടിലാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 90% പ്രശ്നം നമുക്ക് റിമോട്ടിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം റിമോട്ട് ചെക്ക് ചെയ്തതിന് ശേഷം റിമോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഹരിച്ചതിന് ശേഷം അതും ശരിയായാലും നമുക്ക് കാറ് നമുക്ക് നോക്കിയാൽ മതിയാവും. നമുക്കതിന് വേണ്ടി റിമോട്ടിലെ ബാറ്ററികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. റിമോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ കഴിയും നമുക്ക് ഇതേപോലത്തെ ഒരു SMD ബോർഡാണ്. SMD ബോർഡിൽ കാണുന്ന സ്വിച്ചുകൾ എന്ന് പറയുന്നത് ബട്ടൺ സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകളിൽ 2 നമുക്കിപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നത്. സ്വിച്ചുകൾ തന്നെയാണോ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അല്ലാണ്ട് ബോർഡിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ സ്വിച്ചുകൾ ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് ഒരു ട്വീസറാണ്. നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും മെറ്റൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബാറ്ററികളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്വിച്ചുകൾ ഏതാണെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോർവേഡ് സ്വിച്ച് നമുക്ക് വർക്കിംഗ് ആണ്, അത് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്കതിൻ്റെ തൊട്ട് താഴെയുള്ള സ്വിച്ചും അതിൻ്റെ ഇപ്പുറമുള്ള സ്വിച്ചുകളാണ് നമുക്ക് കംപ്ലയിൻ്റ് ഉള്ളത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ നോക്കാം. ഇതേപോലെ ട്യൂസർ എടുത്തതിന് ശേഷം ആ സ്വിച്ചുകളിലെ 2 പോയിൻറ്റുകൾ നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാറ് വർക്കിംഗ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് കാർ വർക്ക് ചെയ്യും. സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കാർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യണ സ്വിച്ച് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഷോർട്ട് ചെയ്യിപ്പിച്ചത്, എന്നാലും അത് വർക്കിംഗ് ആണ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വർക്ക് ചെയ്യാത്ത സ്വിച്ചിൽ ഷോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കാർ വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ സ്വിച്ചുകളിൽ തന്നെയാണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ചുകളൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ സ്വിച്ചുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ ആ സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതേപോലെ SMD ബോർഡിന് തൊട്ട് ബാക്കിൽ ആ സ്വിച്ചുകൾ മൗണ്ട് ചെയ്തേക്കണ ആ സോൾഡർ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീസോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ചുകൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് റീസോൾഡർ ചെയ്തതിന് ശേഷം സ്വിച്ചുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ള ബോർഡാണത്. അപ്പോൾ അതിന് പോയിൻറ്റുകളാണ് 4 പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്വിച്ച് ഇതേപോലെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്വിച്ച് ഇപ്പോൾ ഏകദേശം എല്ലാം റിമൂവ് ചെയ്യാനുള്ള എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ 2 സ്വിച്ചും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ 2 സ്വിച്ചുകളാണ് നമ്മുടെ ഇപ്പോൾ ഡാമേജ് ആയത്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റി പുതിയത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനുവേണ്ടി ഞാനിപ്പോൾ 2 പുതിയ സ്വിച്ചുകൾ എടുത്തിട്ടുണ്ട്. പഴയ 2 ഹെഡ്സെറ്റുകളിൽ നിന്നെടുത്താണ്, ലോക്കൽ ഹെഡ്സെറ്റുകളിൽ നിന്നെടുത്താണ്. കോൾ റിസീവിങ്ങുള്ള സ്വിച്ചുകളാണിത്. അതിൽ ഇതേപോലത്തെ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നെടുത്ത സ്വിച്ചുകളാണത്. സ്വിച്ചുകൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് ഹോളിലോട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം റീസോൾഡർ ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പോയിൻറ്റുകൾ ടച്ച് ആയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വർക്കിംഗ് ആവില്ല. അപ്പോൾ എല്ലാവർക്കും സോൾഡർ ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോൾ സോൾഡർ ചെയ്യാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങൾ പയ്യെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്.
അപ്പോൾ ഒരു കഴിവൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളത് ഒരു സ്കില്ലാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യണമനുസരിച്ച് നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാം സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്വിച്ച് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൽ അതേപോലെ തന്നെ ഒരു സ്വിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്, സോൾഡർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് കൊണ്ട് നമ്മൾ അതിൽ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ പോയിൻറ്റുകൾ കറക്റ്റ് നമ്മൾ സോൾഡർ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ സോൾഡർ ചെയ്യാമെന്നുള്ളതും അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ പുതിയൊരു വീഡിയോ അതിനെക്കുറിച്ചുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്വിച്ചുകളെല്ലാം സോൾഡർ ചെയ്ത് പക്കയായിട്ടുണ്ട്. നമുക്കിനിപ്പോൾ രണ്ടാമതൊന്ന് റിമോട്ടിലായിട്ട് തന്നെ നമുക്ക് അതിലൊന്ന് സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ഏരിയയിൽ സംഭവം ബോർഡെല്ലാം സെറ്റ് ചെയ്തതിന് സ്ക്രൂ ചെയ്ത ശേഷം നമ്മളൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. റിമോട്ട് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി റിമോട്ടിൽ സ്ക്രൂവും കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ക്രൂകളൊന്നും കളയാതെ ശ്രദ്ധിക്കുക. സ്ക്രൂകൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ സ്ക്രൂ ഇട്ട് അതിന് സൂട്ടാവണമെന്നില്ല. നിങ്ങൾ അഴിക്കുന്ന സാധനങ്ങളൊന്നും കളയാതെ ശ്രദ്ധിക്കണം. നമുക്ക് ബാറ്ററി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിപ്പോൾ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചുകളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് കാറിൻ്റെ സ്വിച്ചുകളുടെ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഫോർവേഡ് സ്വിച്ച് നമുക്ക് നേരത്തെ വർക്കിംഗ് ആണ്, ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഫോർവേഡ് സ്വിച്ച് നമുക്ക് വർക്കിംഗ് ആയിട്ട് കാണാം. ഇപ്പോൾ റിവേഴ്സിലായിട്ടുള്ള സ്വിച്ച് നമുക്ക് വർക്കിംഗ് ആണ്. ആദ്യം നമുക്ക് വർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമുക്കത് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റുള്ള സ്വിച്ചുകളിൽ ലെഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. ഇപ്പോൾ നമുക്കത് വർക്കിംഗ് ആണ്. സ്വിച്ച് നമ്മൾ മാറ്റിയായിരുന്നു. ഇപ്പോൾ 2 സ്വിച്ചുകളാണ് നമ്മൾ മാറ്റിയത്, റിവേഴ്സിലായിട്ടുള്ളതും ലെഫ്റ്റിലായിട്ടുള്ളതും. നമുക്ക് കാറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവാണത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.